നുജൂം ഉസ്മാൻ എഴുതുന്ന മഹർ എന്ന് പറയുന്ന മനോഹരമായ കഥ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക. മഹർ, രചന നുജൂം ഉസ്മാൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനോ. അലാറടിച്ച് കേട്ടാണ് ഞാൻ എണീറ്റ്. ഹോ കോപ്പ്, ഇത്ര പെട്ടെന്ന് അടിച്ചോ? ഉറങ്ങി തീർന്നില്ല. പിരിപിരുത്തുകൊണ്ടാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ 5 മിസ് കോള്. ലവന്മാരാ, നമ്മുടെ ചങ്കുകൾ, ജിബിനും അസറും. എന്തവന്മാർക്ക് ഉറക്കമില്ലേ? ഞാൻ ജിബിനെ തിരിച്ചു വിളിച്ചു. ഫോൺ എടുത്ത പാടെ, എന്താണ് ആ ബെടുക്കൂസ്, എനിക്ക് ഇത്ര രാവിലെ തന്നെ വിളിക്കാൻ? അത് എവിടെയാ? പൊന്നുമാവേ എണീറ്റ് വരാൻ നോക്ക്. ഇന്ന് കോളേജ് തുറക്കുന്ന ദിവസാ. നമ്മൾ സീനിയേഴ്സിനെ അടിച്ചു വിളിക്കാനുള്ള ദിവസം. നീ ഒന്ന് വാട ചക്കരെ. ഞാനത് പറയാൻ പറഞ്ഞു നിങ്ങളോട്. ഞങ്ങൾ ഈ നല്ല ഉഷാറ് റാഗിങ് നടത്താൻ തീരുമാനിച്ചിരിക്കുക. അയ്യോ സോറി, ഇത്തിരി വൈകി. ഇപ്പോൾ വരാടാ. സോറി ഒന്നും വേണ്ട, രാജാവൊന്ന് എഴുന്നള്ളിയാലും. ഞാൻ വേഗം ഫ്രഷായി താഴോട്ട് പോയി. ഉമ്മി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ദോശയും ചമ്മന്തിയും. ഒരു ദോശ കഴിച്ച് ഞാൻ എണീറ്റു. ഒരെണ്ണം കൂടി കഴിച്ചിട്ട് പോടാജു. ദേവുമ്മ, ഞാൻ ഇപ്പൊ തന്നെ ലേറ്റായി. അമ്മാരെന്നെ വെയിറ്റ് ചെയ്തിരിക്കോ? എന്റെ ഐശുമ്മ കഴിക്കുക കേട്ടോ, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഞാൻ ഉമ്മാനെ ഐശു എന്നാ വിളിക്കുക. എന്നിട്ട് ബൈക്ക് എടുത്ത് ഇറങ്ങി. കോളേജിൽ എത്തിയപ്പോൾ നമ്മുടെ കട്ട ചങ്കൾ കാത്ത് നിപ്പുണ്ട്. എന്നെ കണ്ടപ്പോൾ രണ്ടാളും ഉഷാറായി. പിന്നെ ഞങ്ങൾ 3 കൂടി ന്യൂ കമേഴ്സിനെ എടുത്ത് കുടയാൻ തുടങ്ങി. പാട്ട് പാടിച്ചും ഡാൻസ് കളിപ്പിച്ചും അങ്ങനെ നിൽക്കുവാണ്. കയറി വരുന്ന എല്ലാവരെയും പിടിക്കുന്നുണ്ട്. പെൺകുട്ടികൾ ഞങ്ങളെ കാണാത്ത പോലെ പോവാൻ നോക്കുകയാണ്. പക്ഷെ എങ്ങനെ രക്ഷപ്പെടാൻ? അതും എൻ്റെ കയ്യിൽ നിന്ന്. ഓ സോറി, എന്നെക്കുറിച്ച് പറഞ്ഞില്ലല്ലേ. എൻ്റെ പേര് അജ്മൽ സാദിഖ്. പെരുമ്പിലത്തറവാട്ടിലെ ഷിഹാബുദ്ദീൻ്റെ ഐഷയുടെ ഏകമകൻ. ഉപ്പാക്ക് ബിസിനസ്സാണ്. ഒരു 5-6 തലമുറ കഴിയാനുള്ളൊക്കെ ഉപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ തലതിരിച്ച് നടക്കുവാണ്. ഇത്തിരി തല്ലിയൊളിത്തരം ഉണ്ടെന്ന് കൂട്ടിക്കോ. എൻ്റെ ഉപ്പ എല്ലാത്തിനും സപ്പോർട്ടാണ്. കോളേജിലെല്ലാം വേറെ എവിടെ അടിച്ചു പൊളിക്കാന്ന ഉപ്പാടെ പക്ഷം. മോശം പറയുന്നല്ലോ, ഞാൻ ആ ഫ്രീഡം നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് പടികൾ കയറി വരുന്ന ഒരാൾ എൻ്റെ കണ്ണുകളുടക്കി നിന്നത്. കറുത്ത മഫ്തയും റെഡ് ചുരിദാറും ഇട്ടൊരു മൊഞ്ചത്തിക്കുട്ടി പതിയെ നടന്നു വരുന്നു. അവളെ കണ്ടത് നെഞ്ചിലെന്തോ ഒരു മിന്നൽ വീണു. കുറച്ചു നേരം ഞാൻ ആ മുഖത്തേക്ക് നോക്കി നിന്നു. ഇത്രയും മൊഞ്ചുള്ളൊരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് ബോധം വന്നപ്പോൾ കണ്ണു വെട്ടിച്ച് ഞാൻ ലവന്മാരെ നോക്കി. കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളി വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ് രണ്ടും. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ആരും നോക്കിപ്പോകും. അത് കണ്ടപ്പോൾ രണ്ടിനെ കാലിന്മേലും നുള്ളു വെച്ച് കൊടുത്ത് ഞാൻ, നീ എന്താണ് ചെയ്ത്? വേദനിക്കുന്നുണ്ടോ? ആണോ? മക്കൾ ഇതിനു മുമ്പ് പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ? ഓ, ഞങ്ങൾ മാത്രമല്ലല്ലോ, നീയും വായും പൊളിച്ച് നിൽക്കുമായിരുന്നില്ലേ? ജിബിനാണ്. അതൊക്കെ വിട്, നീ അവളിങ്ങോട്ട് വിളിക്കേ. ഞാൻ പറഞ്ഞിട്ട് ജിബിനാൾ വിളിച്ചു. ഡേ ഇങ്ങോട്ട് വാ. അവൻ്റെ വിളി കേട്ടതും അവളൊന്ന് ഞെട്ടി. എന്നിട്ട് പതിയെ അങ്ങോട്ട് വന്നു. മുഖം കണ്ടിട്ട് ആകെപ്പാടൊരു ടെൻഷനുണ്ട്. അവൾ നന്നായി പേടിച്ചിട്ടുണ്ട്. എന്താ പേര്? അവൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, നൗറ. നൗറ, നല്ല പേര്. മോൾക്ക് പാട്ട് പാടാൻ അറിയോ? അസറാണ്. അത് കേട്ടാ ഞാൻ പറഞ്ഞു, ഡാ മതി, അവൾ പൊക്കോട്ടെ. ഞാനത് പറഞ്ഞപ്പോൾ ജീവൻ എന്നെ കണ്ണുരുട്ടി നോക്കി. കേട്ടപ്പോൾ അതിൻ്റെ നൗറ ഞങ്ങളുടെ അടുത്ത് നിന്ന് നടന്നുപോയി. പോകുന്ന പോക്കിൽ അവിടെ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. അതുകൂടെ കണ്ടപ്പോൾ ലവന്മാർ കിളിപോയി നിൽക്കുകയാണ്. ജീവൻ എൻ്റെ നേർക്ക് തിരിഞ്ഞ്, ഡാ എന്താ എന്തൊരു ചുറ്റിക്കളി മോനെ അജു, അവള് നിന്റെ കൽബിൽ കൂടുകൂട്ടിയോടാ. എനിക്കൊരു സ്മെല്ലടിക്കാതില്ല കേട്ടോ ജിബി. അസുറിലെ അവന്മാർ എൻ്റെ ചെവി നിന്നാൻ തുടങ്ങി. കള്ള കാമുക എന്നും പറഞ്ഞു. അതേടാ കുരങ്ങന്മാരെ, ഒറ്റ നോട്ടിൽ തന്നെ അവളെൻ്റെ കൽബിൽ ഒരു 6 ബംഗ്ലാവ് തന്നെ പണിതു. ഇനി ഈ സുന്ദരിക്കുട്ടി ഈ അജ്മൽ സാദിക്കുന്ന അജുവിൻ്റെ ആടാ. രണ്ടാളും കൂടെ ഒന്ന് മൂളി. ഞാൻ അവരെ നോക്കി കണ്ണിറക്കി. ഇതൊരു അജുവല്ലേ നിങ്ങളോട് കഥ പറഞ്ഞ്? ഇനി ഞാൻ കുറച്ച് പറയാം, അതല്ലേ അതിൻ്റെ ഒരു ഇത്. ഞാൻ നൗറ, ഡോക്ടറായ മുഹമ്മദിൻ്റെയും റഹീമയുടെയും മകൾ. എനിക്കൊരു അനിയത്തി കൂടെ ഉണ്ട്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതുവരെ ഞാൻ പഠിച്ചൊരു കോൺവെൻറ്റ് സ്കൂളിലായിരുന്നു. അവിടെയാണെങ്കിൽ പട്ടാളച്ചിട്ടി. അവിടുത്തെ ക്ലാസ് കഴിഞ്ഞോടുകൂടി സമാധാനമായി. ഇനിയെല്ലാം അടിച്ചു വിളിക്കാമല്ലോ, മിക്സഡ് കോളേജല്ലേ. ഇന്ന് കോളേജിൽ എൻ്റെ ആദ്യത്തെ ദിവസമാണ്. അബയെ ഡ്രോപ്പ് ചെയ്ത് ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ തന്ന ആൾ പോയി. അബിയോട് ബൈ പറഞ്ഞ് കാറിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ നല്ല പേടിയുണ്ട്. കോളേജിൽ റാഗിങ് ഒക്കെ ഉണ്ടാവുന്ന ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു. ഇനി എന്താ ഉണ്ടാവുക? അങ്ങനെ പേടിച്ച് പടികൾ കയറി വരുമ്പോൾ 3 ചെക്കന്മാർ കൂടി പിള്ളേരിട്ട് അടങ്ങാറാക്കുന്നു. സീനിയേഴ്സാവും. അത് കണ്ടപ്പോൾ നെഞ്ചിലൊരു പടപട ശബ്ദമൊക്കെ വന്നു. നടുവിൽ നിൽക്കുന്നവൻ എന്നെ ഇമവട്ടാതെ നോക്കുന്നുണ്ട്. ഒരുത്തർ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ മുമ്പിൽ ചെന്ന് നിന്നു. എൻ്റെ പേര് ചോദിച്ചു. ഞാൻ നൗറ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റവൻ പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ ആകെ വിളറിപ്പോയി. അപ്പോൾ പെട്ടെന്ന് നടക്കി നിൽക്കണം പറയാം, പൊയ്ക്കോന്ന്. കേട്ട പാതി കേൾക്കാത്ത പോലെ ഞാൻ വേഗം നടന്നു. കുറച്ച് നടന്ന് ഞാൻ അവനെ തിരിഞ്ഞു നോക്കി. അവൻ എന്നെ തന്നെ നോക്കി നിൽക്കുവാണ്. ആ നോട്ടെന്നിൽ തുളച്ച് കയറുന്ന പോലെ ഞാൻ തിരിഞ്ഞ് വേഗത്തിൽ നടന്നു. ഒരുവിധം ക്ലാസ്സൊക്കെ തിരഞ്ഞുപിടിച്ച് ക്ലാസ്സിൽ കയറിയിരുന്നു. എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികളായിട്ട് ഞാൻ പരിചയപ്പെട്ടു. ലക്ഷ്മിയും സനയും. ലക്ഷ്മി കുറച്ച് അടുത്തുനിന്നും സന കുറച്ച് അകലിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സായി. അങ്ങനെ സാറ് വന്ന് പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞ് ക്ലാസ് എടുത്ത് അവസാനം ബ്രേക്കായി.
ഞാനും ലച്ചും സനയും വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതാ നേരത്തെ കണ്ട അവന്മാരെല്ലാ ക്ലാസ്സിലും കയറി ആരെയോ തിരയുന്നു. എൻ്റെ ക്ലാസ്സിന് മുമ്പിലെത്തിയതും ഞാനൊരു ബുക്കെടുത്ത് മുഖം മറച്ചു പിടിച്ച്. ഇനിയോ റാഗിനും കൂടി നിന്നു കൊടുക്കേണ്ടല്ലോ. അപ്പം അതാ ചെരുപ്പുകളുടെ ശബ്ദത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. ഡെസ്കിനടിയിലൂടെ നോക്കിയപ്പോൾ 3 ജോഡി കാലുകൾ. ആരോ തൊണ്ടനക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബുക്ക് കണ്ണുവരെ താഴ്ത്തിക്കൊണ്ട് നോക്കി. ദേ നിൽക്കുവാണ് 3 എണ്ണം. ഹായ് നാറുകുട്ടി, എന്താ വിശേഷം? ഞങ്ങൾ കണ്ടപ്പോൾ എന്തിനാ മുഖം മറച്ചു പിടിച്ചേ? ചിലപ്പോൾ പേടിയുണ്ടാവിടാജു. ജിബിയാണ്. അയ്യടാ, ഇനി പേടിക്കണ്ടട്ടാ, ക്ലാസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും സാരമില്ല, ഇനി എന്നും കാണാം. എനിവേ, എൻ്റെ പേര് അജ്മൽ സാദിഖ്, എല്ലാവരും അജു എന്ന് വിളിക്കും. നൗറക്കുട്ടി എന്ന് അജുക്കാന്ന് വിളിച്ച കേട്ടോ. ഓക്കെ. നൗറ അന്താളിച്ചിരിക്കുകയാണ്. ഈ കുട്ടിയൊന്നും മിണ്ടുന്നില്ലല്ലോ ജിബി. ഞാൻ പറയും കേട്ടോ, എന്തെന്നെ വിളിക്കുക? അജുക്ക. ആ, അപ്പം മനസ്സിലായി. എന്നാ അജുക്ക പോട്ടെ മോളെ, വീണ്ടും വരാം എന്ന് പറഞ്ഞ് 3 ആളും പുറത്തേക്ക് പോയി. പോകുമ്പോഴും അജു എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കി ചിരിച്ച് പോകുന്നുണ്ട്. ആ നോട്ടം പിന്നെയും കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ. ഇനിയൊരു കുഴപ്പമുണ്ടാവില്ലെന്ന് കരുതിയതാ. ഞാനൊരു ദീർഘശ്വാസം എടുത്ത് എൻ്റെ അപ്പുറം ഇപ്പുറം നോക്കുമ്പോൾ 2 എണ്ണവിനെ തുറിച്ച് നോക്കുന്നുണ്ട്. എന്താണ് മോളെ, ഈ ക്ലാസ്സിൽ ഇത്രയും കുട്ടികളുണ്ടായിട്ട് ആൾ നിന്നോട് മാത്രം സംസാരിച്ചിട്ട് പോയേ? നിനക്ക് ആളെ മനസ്സിലായോ? സന ചോദിച്ചു. ഇല്ല, ആരാത്? നേരത്തെ ഞാൻ കണ്ടിരുന്നു കോളേജിലേക്ക് വരുമ്പോൾ. പിന്നെ ഇത് ഇപ്പോഴും. അല്ലാതെ എനിക്കറിയില്ല. എടി, അതാണ് അജ്മൽ സാദിഖ്, ഈ കോളേജിലെ ഹീറോ. നീ കണ്ടില്ലേ എന്താ ഗ്ലാമർ? നമ്മുടെ കോളേജിൽ ഒരുവിധം പെൺകുട്ടികളുടെ ഇഷ്ട പുള്ളിയാ. പക്ഷെ ആൾക്കാരെയും പിടിക്കൂല. എല്ലാവരോടും നല്ല കമ്പനിയാ, കൂടെ കുറച്ച് കലിപ്പനുവാ. നിനക്കെങ്ങനെ ഇതൊക്കെ അറിയാം? എൻ്റെ കസിൻ പുള്ളിയുടെ ക്ലാസ്സിലാണ്. താത്ത കുറേ മൂപ്പിൻ്റെ പുറകെ നടക്കുകയാണ്. പക്ഷെ നോ രക്ഷ. നിന്നെ ഇന്ന് ആദ്യമായിട്ട് കാണുമല്ലേ, എന്നിട്ട് തിരക്കി ക്ലാസ്സിൽ വരെ എത്തിയോ? മോളെ സാനെ, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ അല്ലേ? ഒന്ന് പൊക്കു രണ്ടാളും. അവരെന്നെ കൊണ്ട് പാട്ടും ഡാൻസൊന്നും ചെയ്യിപ്പിച്ചില്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുക ഞാൻ. അതിനിടയിലാ ഓഞ്ഞ കോമഡി. നീ ചൂടാവണ്ട കേട്ടോ, ഞങ്ങൾ വെറുതെ പറഞ്ഞ. അവൾ ഏത് ക്ലാസ്സിലാണെന്നറിയാതൊരു സമാധാനമില്ല. ക്ലാസ്സിൽ കയറാനും തോന്നുന്നില്ല. ഡാ, നീ എന്താടാ ആലോചിക്കുന്നത്? അസർ ചോദിച്ചു. അല്ലടാ, നമുക്ക് അവിടെ ക്ലാസ് ഏതാണെന്ന് പോയി നോക്കിയാലോ? അതാണ് ഇത്ര വലിയ കാര്യം. ഞങ്ങൾ 2 ആളും നിന്റെ കൂടെ കാട്ടക്കുള്ളപ്പോൾ നീ ഒന്നുകൊണ്ടും ബേജാറാവേണ്ട പോയാ? ആ ബെസ്റ്റ്. അതാ എൻ്റെ ഏറ്റവും വലിയ ബേജാറ്. ആണോ? എങ്കിൽ പോകാൻ ഒറ്റയ്ക്ക് പോയി അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഡാ ജിബി, പെണങ്ങല്ലേടാ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. എന്നാ വഴിക്കുക. ഞങ്ങൾ 3 ആളും കൂടെ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. അവസാനം അവള് ഒരു ക്ലാസ്സിലേക്ക് കണ്ടു. അതാടാ അവള്. ഞങ്ങളെ കണ്ടത് അവളൊരു ബുക്ക് എടുത്ത് മുഖം മറിച്ച് പിടിച്ചു. പേടിച്ചിട്ടാവും. ഞങ്ങൾ 3 ആൾ അവിടെ അടുത്തിന്ന് സംസാരിച്ചു തുടങ്ങി. മൂപ്പത്തി വായും പൊളിച്ചിരിക്കുക, ബേജാറായിട്ട് തന്നെ. അവളങ്ങനെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. സംസാരിച്ചു കഴിഞ്ഞ് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. തിരിഞ്ഞു നോക്കുമ്പോൾ പെണ്ണ് അതേ ഇരിപ്പ് തന്നെ. ഞാൻ എൻ്റെ ക്ലാസ്സിൽ കയറാൻ വന്നപ്പോൾ ദാ നിൽക്കണം എനിക്ക് നേരെ തെസ്ലി. തെസ്ലി എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. കണ്ണ് 2 ചുവന്ന് തുടുത്ത് കലിതുള്ളി നിൽക്കുവാണ്. അവൾ ഉച്ചത്തിൽ വിളിച്ചു. എന്താണ് ഈ തെസ്ലി, എന്തിനാ നീ കിടന്ന് കാർന്നേ? നീ എന്തിനാടാ ഇപ്പൊ ഫസ്റ്റ് ഇയർ ഭാഗത്തേക്ക് പോയത്? അതോ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ? അതിരിക്കട്ടെ, നീ എന്തിനാ അതൊക്കെ അറിയുന്നേ? നീ ഒരു പെൺകുട്ടിയെ കാണാൻ പോയതാന്ന് നമ്മുടെ ക്ലാസ്സിൽ അഗസ്റ്റ് പറഞ്ഞല്ലോ. ആഹാ, ന്യൂസ് അപ്പോഴേക്കും എത്തിയോ? നീ അങ്ങനെ ഒരു പെണ്ണിനെയും കാണണ്ട, അതെനിക്ക് സഹിക്കില്ല അജു. ഞാൻ എത്ര തവണ പറഞ്ഞു നിന്നോട് എൻ്റെ ഇഷ്ടം. നീ എന്താ മനസ്സിലാക്കാത്തേ? നീ വേറൊരു പെണ്ണിനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ നിനക്ക് അന്നേ അതിനുള്ള മറുപടിയും തന്നാണ് തസ്ലി. ഇനി ഇതും പറഞ്ഞ് എൻ്റെ മുമ്പിൽ വരണ്ട. പിന്നെ ഞാൻ ആരോട് സംസാരിക്കണമെന്ന് എൻ്റെ ഇഷ്ടമാണ്. അതിൽ നീ തലയിടണ്ട. നീ എനിക്ക് എന്നൊരു നല്ല ഫ്രണ്ടാണ് തസ്ലി, എന്നതേയും പോലെ. എൻ്റെ മുന്നിൽ നിന്ന് കണ്ണിൽ വെള്ളം നിറച്ച് അവൾ തിരിഞ്ഞു നടന്നു. വീണ്ടും എൻ്റെ മുന്നിലേക്ക് തിരിഞ്ഞു. അവൾ ആരായാലും അവളെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് കിട്ടാൻ നിന്റെ സ്നേഹം ആർക്കും കിട്ടണ്ട, അത് ഞാൻ സമ്മതിക്കില്ല. തസ്ലി, നീ ഇപ്പൊ പോ, വെറുതെ വാശി പിടിക്കാതെ. ഞാനത് പറഞ്ഞപ്പോൾ അവൾ ക്ലാസ്സിലേക്ക് കയറിപ്പോയി. എനിക്കറിയാം അവൾക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ലെന്ന്. അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ്. പാവം, അവൾക്ക് അറിയില്ലല്ലോ നാറു അല്ലാതെ ഒരു പെണ്ണിന്നൊരു അജുവിൻ്റെ മനസ്സിൽ ചേക്കേറിയിട്ടില്ലെന്ന്. ഞാനും ക്ലാസ്സിൽ കയറിയിരുന്നു. അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകാൻ തയ്യാറായി. അബ്ബവരിൽ നിന്ന് കാലത്ത് തന്നെ പറഞ്ഞുകൊണ്ട് ഞാനും സനി ഒരു ബസ്സിൽ പോന്നു. ലച്ചു വേറെ വഴിക്കാണ്. വീട്ടിലെത്തിയപ്പോൾ ഉമ്മി ഉമ്മർത്തിക്കണു. ഉമ്മിയുടെ കുട്ടി എത്തിയോ? എങ്ങനെയുണ്ട് പുതിയ കോളേജ്? ഫ്രണ്ട്സൊക്കെ ആയോ? ഇപ്പൊ ഒന്നും പറയാൻ നേരമില്ല ഉമ്മി. വിശന്നിട്ട് കോടിൽ പീപ്പി വിളിക്കുക. മോള് ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴേക്കും ഉമ്മി ഫുഡ് എടുത്ത് വെക്കാം. കുളി കഴിഞ്ഞ് ഞാൻ താഴേക്ക് എത്തിയപ്പോൾ അബ്ബയും നുസിയും എത്തിയിട്ടുണ്ട്. മോളെ നൗറ, കോളേജിലെ വിശേഷം പറ മോളെ. അബ്ബയാണ്. ഞാൻ കോളേജിനെ പറ്റിയും ഫ്രണ്ട്സിനെ പറ്റിയും വാദോരാതെ പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ അവനെ പറ്റിയൊന്നും പറഞ്ഞില്ല. പറയാൻ തോന്നിയില്ല. അതുമാത്രം മനസ്സിൽ സൂക്ഷിച്ചു. നുസിയുമായി കത്തിയടിച്ച് ഉറങ്ങാൻ കിടന്നപ്പോഴും മനസ്സിൽ ഇന്നത്തെ കാര്യങ്ങളൊന്നായി തെളിഞ്ഞു വന്നു. അവനെ കണ്ടതും എന്നോട് സംസാരിച്ചതും ആ നോട്ടവും എന്തോ പോലെ. അതൊക്കെ ആലോചിച്ച് ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല.
രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും മനസ്സ് നിറയെ പൂനിലാവ് പോലെ തെളിഞ്ഞ ആ മുഖവും പേടിച്ചിരണ്ട കണ്ണുകളുമായിരുന്നു. ഇത്രയും കാലം എവിടെയും ഞാൻ കാണാത്ത സൗന്ദര്യം. നൗറ അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഇനി നേരം വെളുത്ത് കിട്ടിയാൽ മതി. അവളെ കാണാൻ മനസ്സ് വെമ്പുവാ. സ്വപ്നം കണ്ട് ഉറക്കവനെ കീഴ്പ്പെടുത്തി. രാവിലെ ചായ കുടിച്ച് ഉമ്മാന്റെ കവിളിൽ മുത്തം കൊടുത്ത് ബൈക്ക് എടുത്ത് ഇറങ്ങി. കുറച്ചെത്തിയപ്പോൾ ബസ് സ്റ്റോപ്പിൽ നമ്മുടെ കൽബ് നിൽക്കുന്നു. ഞാൻ ബൈക്ക് അവൾക്ക് മുമ്പിൽ നിർത്തി. എന്നെ കണ്ടതും അവളൊന്ന് പതറി. ഹായ് നൗറക്കുട്ടി, ബസ്സിനകത്ത് കാണാ. ഇവിടെ അടുത്താണ് തന്റെ വീട്? നൗറ മറുപടി എന്ന് പറയാതെ ബസ് വരുന്ന ഭാഗത്തേക്ക് നോക്കി നിന്നു. എന്താ എന്നോടൊന്നും മിണ്ടില്ലേ? പേടിയാണോ തനിക്ക്? എന്തെങ്കിലും ഒന്നും മിണ്ടടോ. അപ്പോഴേക്കും ബസ് വന്നു. എന്നോടൊന്നും മിണ്ടാതെ അവൾ ബസ്സിൽ കയറിപ്പോയി. നിന്നെ മിണ്ടിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം മൊഞ്ചത്തിക്കുട്ടി. വരട്ടെ, ഞാൻ ശരിയാക്കാം. അവൻ ബൈക്ക് സ്റ്റാർട്ടായി കോളേജിലേക്ക് വിട്ടു. നൗറ ക്ലാസ്സിലെത്തിയത് മുഖം വീർപ്പിച്ചിരിപ്പായി. ഇതെന്താണപ്പാ എന്ന് പറഞ്ഞ് സനയിൽ വെച്ചു മുഖത്തോട് മുഖം നോക്കി. എന്താടി നിന്റെ മുഖം കടന്നിലെത്തിയ പോലെ? പറയടി. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു. ആ അജു എന്നെ കണ്ടപ്പോഴേ ബൈക്ക് നിർത്തി സംസാരിക്കാൻ വന്നു. ബസ് സ്റ്റോപ്പിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് എന്നെ തന്നെ നോക്കാം. ഞാനൊന്നും മിണ്ടാ ബസ്സിൽ കയറി പോകുന്നു. ഇതാണോ ഇത്ര വലിയ കാര്യം? അവനും സംസാരിച്ചെന്ന് വെച്ചാൽ എന്താ? ഈ കോളേജിൽ എത്ര പെൺകുട്ടികളാ അവനോട് സംസാരിക്കാൻ കാത്തിരിക്കുന്ന അറിയോ നിനക്ക്? ആരോട് വേണമെങ്കിൽ സംസാരിച്ചോട്ടെ, എൻ്റെ അടുത്തേക്ക് വരുന്ന എന്തിനാ? അതാണ് നൗറു ഞങ്ങൾ പറഞ്ഞത്. അവന് എന്തോ ഒരു ഇത്. ഏത്? അത് ദേ രണ്ടിൻ്റെ അടുത്തും മേടിക്കൂട്ടോ. പിന്നെ എന്നും പറഞ്ഞ് രണ്ടും കൂടെ ക്ലാസ്സിന് വെളിയിലേക്ക് ഓടി. ഞാൻ വിടോ? പിന്നാലെ ഞാൻ ഓടി വരാന്തയിലൂടെ. അവളുമാരെ തൊട്ടില്ലെന്നായപ്പോൾ ഞാൻ പുറത്തടിക്കാൻ വേണ്ടി കയ്യോങ്ങി. പക്ഷെ അവർ മാറിക്കളഞ്ഞു. ഞാൻ മുന്നോട്ടാഞ്ഞെതിരെ വന്നിരുന്ന ആളുടെ മേലേക്ക് ദാ കിടക്കുന്ന ബിടുബിടുബിടു ചട്ടയും പട്ടയും രണ്ടും കൂടെ നിലത്ത് വീഴ്ചയിൽ ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ അയാളുടെ നെഞ്ചിലാണ്. അയാളുടെ വലത്തേ കൈകൊണ്ട് എന്നെ ചുറ്റി പിടിച്ചിട്ടുണ്ട്. ഞാൻ ആളുടെ മുഖത്തേക്ക് നോക്കിയത് ഞെട്ടിപ്പോയി. അജുക്ക. എൻ്റെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു. ഞാൻ പെട്ടെന്ന് കൈ തട്ടി മാറ്റി ചാടി എണീറ്റ്. നോക്കുമ്പോൾ എല്ലാവരും ചക്ക കൂട്ടാൻ കണ്ട പോലെ തിക്കിത്തിരക്കി വട്ടം കൂടി നിന്ന് നോക്കുകയാണ് ഞങ്ങളെ. കൂടെ അവളുമാരും. എനിക്ക് ദേഷ്യം വന്നു. എല്ലാവരും നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് ഓടി. നൗറ നിൽക്ക്, അജുക്ക് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നിന്നില്ല. എൻ്റെ ഓട്ടം നിന്ന് ക്ലാസ്സിന് മുന്നിലാണ്. ഞാൻ ക്ലാസ്സിൽ കയറി ബെഞ്ചിലിരുന്നു. മുഖം ഡെസ്കിൽ വെച്ച് കുനിഞ്ഞിരുന്നു. അപ്പോഴേക്കും സനയിൽ ലച്ചു എത്തി. നൗറ നിനക്ക് എന്ത് പറ്റിയടി? നീ എന്തിനാ ഓടിപ്പോന്ന്? എല്ലാവരും നോക്കുന്നുണ്ടപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. പോട്ടെടാ, നീ അറിയാതെ തട്ടി വീണല്ലേ. നൗറ വിളി കേട്ട ഭാഗത്തേക്ക് മൂന്നാളും നോക്കി. അജുവാണ്. നൗറ നിനക്കൊന്നും പറ്റിയില്ലല്ലോ, പേടിച്ചു പോയോ? എൻ്റെ മൊഞ്ചതി കുട്ടി, നിനക്കൊന്നും വരാൻ നോക്കാൻ ഈ അജുക്കയില്ലേ ഇവിടെ? പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത്? നെറ്റിലേക്ക് വന്ന മുടി കൈകൊണ്ട് നീക്കിയാൻ പറഞ്ഞു. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എൻ്റെ മൊഞ്ചതിക്ക് ഒന്നും വരാൻ നോക്കാൻ ഈ അജു എന്നും കൂടെ ഉണ്ടാവും. എന്നെ നോക്കാൻ എനിക്കറിയാം. ആരുടെയും കൂട്ടെനിക്ക് വേണ്ട. നൗറ ഈർഷ്യയോടെ പറഞ്ഞു. ആഹാ, അപ്പൊ എന്റെ മൊഞ്ചതിക്ക് ദേഷ്യപ്പെടാനൊക്കെ അറിയാം അല്ലേ? അവൾ മുഖം തിരിച്ചിരുന്നു. എന്നാ ഞാൻ പോവാ, പിന്നെ കാണാം. പിന്നെ ഇടയ്ക്കിങ്ങനെ വീണം തോന്നുമ്പോഴേ പറയണേ, ഞാൻ അവിടെ വന്ന് നിൽക്കാം. അതിനൊരു സുഖമുണ്ട്. അവൻ ചിരിച്ചുകൊണ്ട് പതിയെ തിരിഞ്ഞു കിടന്നു. അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം കൂടി. എന്റെ ദേഷ്യം മുഴുവൻ പുറകിൽ വന്ന സനയുടെയും ലച്ചുവിന്റെ മേൽ ഞാൻ തീർത്തു. നിങ്ങൾ കാരണം ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയത്. ഞങ്ങളതിനെന്ത് ചെയ്തു? നിങ്ങളല്ലേ എന്നെ ദേഷ്യം പിടിപ്പിച്ച് ഓടിപ്പോയത്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ച്? ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു. സാരല്ല, നടന്നു. നീയോ ഞങ്ങളെ മനഃപൂർവ്വം അല്ലല്ലോടാ, സോറി. അവളെ കാണാൻ വേണ്ടി അവളുടെ ക്ലാസ്സിലോട്ട് പോയതാ ഞാൻ. പകുതി എത്തിയപ്പോൾ ഒരാൾ എന്നെ ഇടിച്ചു കയറി തട്ടിയിട്ടു. നോക്കിയപ്പോ എന്റെ കൽബിലൊരു 100 മഴവിൽ ഒരുമിച്ച് വിരിഞ്ഞു. നൗറ വീഴുമ്പോൾ ആരായെന്നറിയാതെയാണ് ഞാൻ അവളെ മുറുകെ പിടിച്ചത്. വീണിട്ടും കണ്ണു തുറക്കാതെ ഇറുക്കി അടച്ചിരിക്കുകയാണ് അവൾ. ഈ സമയം ഇങ്ങനെ അവസാനിക്കാതിരുന്നെങ്കിൽ. ആ സൗന്ദര്യം ആസ്വദിച്ച് മതിമറന്ന് ഞാനങ്ങനെ കിടന്നു. പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു. എന്നെ കണ്ടതും കുതിരി മാറി. എല്ലാവരെയും നോക്കിയിട്ട് വരാന്തയിലൂടെ ഓടിപ്പോയി. ഇവൾക്ക് ഇത് എന്തു പറ്റി? ഞാൻ പുറകെ ഓടി ചെന്നപ്പോൾ ക്ലാസ്സിൽ തലതാഴ്ത്തിയിരിക്കുകയാണ്. അല്പസമയം അവളോട് സംസാരിച്ച് ഞാൻ തിരിച്ചു പോന്നു. കുറച്ചെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ നൗറ കൂട്ടുകാരികളോട് തട്ടി കയറുന്നുണ്ട്. അതെ, അപ്പൻ്റെ കലിപ്പത്തിയുടെ മുഖമൊന്ന് കാണുന്നു. ചൊക നല്ല തക്കാളി പോലെ ഉണ്ട്. പടച്ചോനെ ഈ പെണ്ണിന്റെ കൽബിലൊരു കൂട് കൂട്ടാൻ നമ്മൾ നല്ലോണം കഷ്ടപ്പെടേണ്ടി വരും. ഏതുവരെ പോകും നോക്കാം. ഗൈസ്, നിങ്ങളെന്റെ കൂടെ ഉണ്ടാവില്ലേ? നമുക്ക് അവളെങ്ങ് വളക്കാന്നേ. കാരണം എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. കൂടെ കൂടിയേക്കണേ. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.
ലെറ്റ്സ് സീ.